കോഴിക്കോടിന്റെ തിരക്കുകളിൽ നിന്നു മാറി കുന്നിൻ മുകളിൽ തല ഉയർത്തി നിൽക്കുന്ന അൽനൂർ ബംഗ്ലാവ്. ആ കൊട്ടാര സമാനമായ വീട്ടിലെ ഗൃഹനാഥനാണ് അജ്മൽ. വെറും 30 വയസ്സിനുള്ളിൽ സാമ്രാജ്യത്തിന്റെ അധിപനായ അജ്മൽ. പക്ഷേ സന്തോഷം എന്ന വാക്കിനോട് ദൂരത്തായിരുന്നു ഭാര്യ റിയ. ഒരു ദിവസം മകൻ സഫാനെയും അജ്മലിനെയും ഉപേക്ഷിച്ച് തന്റെ കാമുകനൊപ്പം ഇറങ്ങിപ്പോയത് അയാളുടെ ഉള്ളിലെ സ്നേഹത്തിന്റെ വാതിലുകളെ എന്നേക്കുമായി അടച്ചു കളഞ്ഞിരുന്നു. അന്ന് അജ്മലിന്റെ വീട്ടിലൊരു വലിയ വിരുന്നൊരുക്കിയിരുന്നു. അയാളുടെ ഉപ്പ ഹസ്സനാജി, ഉമ്മ ആമിന, സഹോദരി സന, സഹോദരൻ അഫ്സൽ എന്നിവരെല്ലാം ഒത്തുകൂടിയ ദിവസം അജ്മലിന്റെ ബിസിനസ് പങ്കാളിയും അടുത്ത സുഹൃത്തുമായ റിയാസും അവിടെ ഉണ്ടായിരുന്നു. അതേസമയം ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന ഷാഹിന തന്റെ 1 വയസ്സുള്ള മകൾ ഫാത്തിമയുമായി ആ ബംഗ്ലാവിന്റെ മുന്നിൽ നിൽക്കുകയായിരുന്നു. ഭർത്താവ് അപകടത്തിൽ മരിച്ചതിനു ശേഷം ഉപജീവനത്തിനായി അവൾ അലയാത്ത ഇടങ്ങളില്ല. അജ്മലിന്റെ വീട്ടിൽ കുഞ്ഞിനെ നോക്കാൻ ജോലിക്കാരിയെ ആവശ്യമുണ്ടെന്നറിഞ്ഞാണ് അവൾ എത്തിയത്. വീട്ടിലെത്തിയ ഷാഹിനയ്ക്ക് ആദ്യം കാണേണ്ടി വന്നത് അജ്മലിന്റെ ദേഷ്യമായിരുന്നു. സഫാൻ കരച്ചിൽ നിർത്തുമായിരുന്നില്ല. ആ ബഹളത്തിനിടയിൽ വീട്ടുജോലിക്കാർക്കും വഴക്കുണ്ടായിരുന്നു. സഫാൻ വിശന്ന് കരയുന്നത് കണ്ട ഷാഹിന പെട്ടെന്ന് തന്നെ അവളെ സമ്മതിച്ചില്ലെങ്കിലും കുഞ്ഞിനെ വാരിയെടുത്ത് മുലപ്പാൽ നൽകി ആശ്വസിപ്പിച്ചു. അപ്രതീക്ഷിതമായി അവിടേക്ക് കടന്നുവന്ന അജ്മൽ കണ്ടത് തന്റെ കുഞ്ഞിനെ മടിയിൽ വെച്ച് മുലയൂട്ടുന്ന ഷാഹിനയാണ്. അയാൾക്ക് ദേഷ്യം നിയന്ത്രിക്കാനായില്ല. ആൾക്കൂട്ടത്തിന് നടുവിൽ വെച്ച് അയാൾ ഷാഹിനയുടെ കരണത്തടിച്ചു. എന്റെ സമ്മതമില്ലാതെ ഈ വീട്ടിലെ ഒരു കാര്യത്തിലും നീ ഇടപെടരുത്. എന്റെ മകൻ നിന്റെ കാരുണ്യത്തിന് അർഹനല്ല. അജ്മലിന്റെ അലർച്ചയിൽ വീട് നിശബ്ദമായി. ഷാഹിനയുടെ കണ്ണുകളിൽ കണ്ണീർ തങ്ങി നിന്നു. ഉമ്മ ആമിനയും സഹോദരി സനയും അജ്മലിന്റെ പെരുമാറ്റത്തിൽ അസ്വസ്ഥരായിരുന്നു. ഹസ്സനാജി ഗൗരവത്തോടെ അജ്മലിനെ നോക്കി. താൻ ചെയ്തത് തെറ്റാണെന്ന് അജ്മലിന് അപ്പോൾ തോന്നിയില്ലെങ്കിലും ആ നിമിഷം മുതൽ ആ വീട്ടിലെ അന്തരീക്ഷം മാറിമറിയുകയായിരുന്നു. ഷാഹിന തന്റെ മകൾ ഫാത്തിമയെയും ചേർത്ത് പിടിച്ച് പുറത്തേക്ക് നടക്കാൻ തിരിഞ്ഞു. പക്ഷെ അപ്പൊ തന്നെ സഫാൻ വീണ്ടും കരയാൻ തുടങ്ങി. അജ്മലിന്റെ ആ അടിയും അലർച്ചയും ആ ബംഗ്ലാവിനെ വല്ലാതെ ഉലച്ചു. ഷാഹിന ഒന്നും പറയാതെ തലകുനിച്ച് കരയുന്ന ഫാത്തിമയെയും ചേർത്ത് പിടിച്ച് പുറത്തേക്ക് നടന്നു. ആമിന ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവർ അജ്മലിനെ രൂക്ഷമായി നോക്കി. അജ്മൽ, നീ ചെയ്തത് വലിയ മര്യാദകേടായിപ്പോയി. ഒരു പാവം സ്ത്രീ വിശന്ന് കുഞ്ഞിന് പാല് കൊടുത്തു എന്നതൊരു കുറ്റമാണോ? നീ ഇപ്പൊ കാണിക്കുന്നത് നിന്റെ വാശി മാത്രമാണ്, സ്നേഹമല്ല. ആമിന ഉമ്മയുടെ ശബ്ദത്തിൽ വേദനയുണ്ടായിരുന്നു. അജ്മൽ മറുത്തൊന്നും പറഞ്ഞില്ല. അയാൾ ദേഷ്യത്തോടെ തന്റെ മുറിയിലേക്ക് നടന്നു. റിയാസ്, അജ്മലിന്റെ ഉറ്റ സുഹൃത്ത്, അവനെ അനുനയിപ്പിക്കാൻ പിന്നാലെ ചെന്നു. അജ്മൽ, നീ കുറച്ച് കടുത്തുപോയി. കുഞ്ഞിന് വിശന്നപ്പോൾ അവൾ ചെയ്തത് മനുഷ്യത്വമാണ്. നിന്റെ മുൻഭാര്യ ചെയ്ത തെറ്റിന് നീ പാവങ്ങളെ എന്തിനു ശിക്ഷിക്കുന്നു? അജ്മൽ കസേരയിലേക്ക് തളർന്നിരുന്നു. അയാളുടെ കണ്ണുകളിൽ ദേഷ്യത്തെക്കാൾ ഉപരിയായി ഒരുതരം ഭയമായിരുന്നു. റിയാസ്, എനിക്കറിയാം, പക്ഷെ എന്റെ മകനെ മറ്റൊരു സ്ത്രീ താലോലിക്കുന്നത് കാണുമ്പോ റിയ എന്നെ ചതിച്ചുപോയ ആ നിമിഷങ്ങളാണ് എനിക്ക് ഓർമ്മ വരുന്നത്. എനിക്ക് വിശ്വാസമില്ല ആരെയും. താഴെ ഹാളിൽ സഫാന്റെ കരച്ചിൽ കുറയുന്നില്ല. ആമിന ഉമ്മയും സനയും കുഞ്ഞിനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. അഫ്സൽ, അജ്മലിന്റെ അനിയൻ, പുറത്തേക്ക് ഓടിച്ചെന്നു. ഗേറ്റിനടുത്ത് ബസ്സും കാത്തു നിൽക്കുന്ന ഷാഹിനയെ അവൻ കണ്ടു. ഷാഹിന, നിൽക്കൂ പ്ലീസ്, അഫ്സൽ കിതച്ചുകൊണ്ട് പറഞ്ഞു. സഫാൻ മുൻ നിർത്താതെ കരയുകയാണ്. അവന് നിന്നെ വേണം, നീ ഒന്ന് വരാമോ? ഷാഹിന സങ്കടത്തോടെ പറഞ്ഞു. അഫ്സൽ സർ, നിങ്ങളുടെ സഹോദരന് എന്നെ വെറുപ്പാണ്. എനിക്ക് എന്റെ മകൾ മതി. എനിക്ക് ജോലി വേണ്ട. അഫ്സൽ അവൾക്ക് മുന്നിൽ കൈകൂപ്പി. എന്റെ ഉമ്മയ്ക്കും സഫാനും വേണ്ടി ദയവായി ഒന്ന് വരാമോ? അജ്മൽ ഇപ്പോൾ തനിയെയാണ്. അവന്റെ ഉള്ളിൽ കടുത്ത വേദനയുണ്ട്. അതുകൊണ്ടാണ് അവൻ അങ്ങനെ പെരുമാറുന്നത്. ഷാഹിനയുടെ മനസ്സലിഞ്ഞു. അവൾ സഫാന്റെ കരച്ചിൽ കേൾക്കുമ്പോൾ ഉള്ളിലൊരു വല്ലാത്ത വിങ്ങല് തോന്നിയിരുന്നു. അവൾ വീണ്ടും ബംഗ്ലാവിലേക്ക് നടന്നു. അവൾ അകത്തേക്ക് കടന്നതും ആമിന ഉമ്മ ഓടിവന്നവളെ കെട്ടിപ്പിടിച്ചു. അതേസമയം റൂമിലിരുന്ന് CCTV വഴി ഇതൊക്കെ കാണുകയായിരുന്ന അജ്മലിന്റെ നെഞ്ചിൽ ഒരു ചെറിയ കുറ്റബോധം മിന്നിമറഞ്ഞു. അവൻ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി സ്റ്റെയർകേസിനരികിൽ വന്നു നിന്നു. താഴെ ഷാഹിന സഫാനെ വാരിയെടുത്ത് നെഞ്ചോട് ചേർക്കുന്നതും കുഞ്ഞുമല ശാന്തനാകുന്നതും അവൻ കണ്ടു. അപ്രതീക്ഷിതമായ റിയാസ് അജ്മലിന്റെ അടുത്ത് വന്ന് ചോദിച്ചു, ഇപ്പോഴും നിനക്ക് തോന്നുന്നുണ്ടോ ഇവളും അവളെ പോലെയാണെന്ന്? അജ്മൽ ഉത്തരം നൽകിയില്ല. പക്ഷെ അവന്റെ കണ്ണുകളിൽ ദേഷ്യത്തിന് പകരം ഒരു മഞ്ഞുരുകുന്ന പ്രതീതിയായിരുന്നു. അന്ന് രാത്രി ഷാഹിന ആ വീട്ടിലെ ജോലിക്കാരിയായി തുടരാൻ തീരുമാനിച്ചു. പക്ഷെ അജ്മലിന്റെ ദേഷ്യം ഇനിയും അവസാനിച്ചിരുന്നില്ല.
രാത്രി 9 മണിയായിട്ടും അൽനൂർ ബംഗ്ലാവിലെ തണുപ്പ് മാറിയിരുന്നില്ല. ഉമ്മറത്തെ ചൂരൽ കസേരയിൽ ഇരിക്കുകയായിരുന്ന ഹസ്സനാജിയെ മകൻ അജ്മലിനെ അടുത്തേക്ക് വിളിച്ചു. വീട്ടിലെ കാര്യങ്ങളിൽ പൊതുവെ ശാന്തനായ ഹാജിയുടെ മുഖത്ത് അന്ന് കടുത്ത ഗൗരവമുണ്ടായിരുന്നു. അജ്മൽ, ഹസ്സനാജി ശാന്തമായി തുടങ്ങി, റിയ നിന്നെ ചതിച്ചു എന്നത് നേരാണ്. പക്ഷെ അതിന്റെ പേരിൽ മുന്നിൽ വരുന്ന എല്ലാ സ്ത്രീകളെയും സംശയത്തോടെ കാണുന്നത് ഒരു മുസ്ലിമിന് ചേർന്നതല്ല. ആ കുട്ടി ചെയ്തത് നന്മയാണ്. നിന്റെ മകനെ ജീവൻ തന്നവളോട് നന്ദിയില്ലെങ്കിലും ക്രൂരത കാണിക്കരുത്. അജ്മൽ ഉപ്പയുടെ മുഖത്തേക്ക് നോക്കാൻ കഴിയാതെ തല താഴ്ത്തി നിന്നു. എങ്കിലും അവന്റെ ഈഗോ പൂർണ്ണമായി അടങ്ങിയിരുന്നില്ല. ഉപ്പ, എനിക്ക് ആരോടും ക്രൂരത കാണിക്കണമെന്നില്ല. പക്ഷെ അവൾ എന്റെ കുഞ്ഞിന്റെ മേൽ ഒരവകാശവും സ്ഥാപിക്കുന്നത് എനിക്ക് സഹിക്കില്ല. അതേസമയം അടുക്കളയിൽ ആമിന ഉമ്മയും അജ്മലിന്റെ അനിയത്തി സനയും ഷാഹിനയ്ക്ക് കഴിക്കാൻ ഭക്ഷണം എടുത്തു നൽകുകയായിരുന്നു. മോള് വിഷമിക്കണ്ട കേട്ടോ. അജ്മലിന്റെ സ്വഭാവം പണ്ട് ഇങ്ങനെയല്ലായിരുന്നു. അവൻ അനുഭവിച്ച ചതി അവനെ ഇങ്ങനെയാക്കി മാറ്റിയതാണ്. ആമിന ഉമ്മ ഷാഹിനയുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. ഷാഹിന ഫാത്തിമ മോളെ മടിയിൽ കിടത്തി പതുക്കെ ചോദിച്ചു. ഇല്ല ഉമ്മ, എനിക്ക് വിഷമമൊന്നുമില്ല. എന്റെ മോൾക്ക് ഒരു തണൽ വേണം. അതിനാണ് ഞാൻ ഈ ജോലിക്ക് വന്നത്. സഫാൻ മോനെ കാണുമ്പോൾ എനിക്ക് എന്റെ സ്വന്തം ചോരയായിട്ടേ തോന്നുന്നുള്ളൂ. സനയ്ക്ക് ഷാഹിനയോട് വല്ലാത്തൊരടുപ്പം തോന്നി തുടങ്ങിയിരുന്നു. അവൾ ഫാത്തിമ മോളെ വാങ്ങി കളിപ്പിച്ചു. ഷാഹിന താത്ത, നിങ്ങൾ ധൈര്യമായിട്ടിരിക്ക്, ഈ സന കൂടെ ഉണ്ടാകും. അടുത്ത ദിവസം രാവിലെ അജ്മൽ ബിസിനസ് ആവശ്യങ്ങൾക്കായി ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങി. കാറിന്റെ അരികിലേക്ക് നടക്കുമ്പോൾ ഉമ്മറത്ത് സഫാൻ മോനെയും കയ്യിലെടുത്ത് നിൽക്കുന്ന ഷാഹിനയെ അവൻ കണ്ടു. അവളുടെ കവളിൽ ഇന്നലത്തെ അടിയുടെ ചുവപ്പുപാട് അപ്പോഴും പതുക്കെ തെളിഞ്ഞു കാണാമായിരുന്നു. അത് കണ്ടപ്പോൾ അജ്മലിന്റെ ഉള്ളിൽ ഒരു നിമിഷം കുറ്റബോധം തോന്നി. പക്ഷെ അവൻ അത് പുറത്ത് കാണിക്കാതെ ഗൗരവത്തിൽ കാറിലിരുന്ന് റിയാസിനെ വിളിച്ചു. ഓഫീസിലെത്തിയ അജ്മൽ അസ്വസ്ഥനായിരുന്നു. റിയാസ് അവന്റെ ക്യാബിനിലേക്ക് കയറി വന്നു. എന്താ അജ്മൽ, ഒരു സമാധാനവും ഇല്ലാത്ത പോലെ? റിയാസ്, എനിക്കറിയില്ല. ആ ഷാഹിന, അവൾ ശരിക്കും പാവാണോ അതോ എന്റെ സമ്പത്ത് കണ്ട് ഈ വീട്ടിൽ കയറിക്കൂടാൻ നോക്കുന്നതാണോ? റിയയും ആദ്യം വന്നപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ അല്ലായിരുന്നോ? അജ്മൽ തന്റെ സംശയം പ്രകടിപ്പിച്ചു. റിയാസ് നിരാശയോടെ തലയാട്ടി. നീ പാഠം പഠിച്ചത് തെറ്റായ ആളിൽ നിന്നാണ് അജ്മൽ. എല്ലാവരും ഒരുപോലെയല്ല. നീ അവളെ നിരീക്ഷിച്ചോ, പക്ഷെ ഉപദ്രവിക്കരുത്. അന്ന് വൈകുന്നേരം അജ്മൽ തിരികെ വീട്ടിലെത്തിയപ്പോൾ അന്തരീക്ഷം മാറിയിരുന്നു. സഫാൻ മോൻ പെട്ടെന്ന് ശ്വാസം മുട്ടലും കടുത്ത പനിയും വന്നവൻ അബോധാവസ്ഥയിലായിരുന്നു. ആമിന ഉമ്മയും സനയും പരിഭ്രാന്തരായി കരയുന്നു. അഫ്സൽ വീട്ടിലുണ്ടായിരുന്നില്ല. ഹസ്സനാജി പള്ളിയിലും പോയിരുന്നു. ഷാഹിന സഫാന നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഉമ്മറത്തേക്ക് ഓടി വന്നു. അപ്പോഴാണ് അജ്മലിന്റെ കാർ മുറ്റത്ത് വന്നു നിന്നത്. കാറിൽ നിന്നിറങ്ങി അജ്മലിന്റെ മുന്നിലേക്ക് കുഞ്ഞുമായി ഷാഹിന കരഞ്ഞുകൊണ്ട് ചെന്നു. സർ, മോന് വല്ലാതെ പനിക്കുന്നുണ്ട്. ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുന്നു. ദയവായി വേഗം ആശുപത്രിയിൽ എത്തിക്കൂ. ഷാഹിനയുടെ കണ്ണുനീർ സഫാന്റെ മുഖത്ത് വീഴുന്നുണ്ടായിരുന്നു. അജ്മൽ ഒട്ടും സമയം കളയാതെ കാറിന്റെ ഡോർ തുറന്നു. വേഗം കയറി, അവൻ വിളിച്ചു പറഞ്ഞു. ഷാഹിന കുഞ്ഞിനെയും കൊണ്ട് ബാക്ക് സീറ്റിൽ കയറി വണ്ടി ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു. യാത്രക്കിടയിൽ കണ്ണാടിയിലൂടെ അജ്മൽ പുറകോട്ട് നോക്കി. ഷാഹിന തന്റെ ജീവനായ ഫാത്തിമ മോളെ വീട്ടിൽ സനയുടെ കയ്യിൽ ഏൽപ്പിച്ച് സഫാന് വേണ്ടി മാത്രം നെഞ്ചുരുകി പ്രാർത്ഥിക്കുകയാണ്. യാ അല്ലാഹ്, എന്റെ കുഞ്ഞിനെ കാത്തോളനെ എന്നവൾ വിതിമ്പിക്കൊണ്ട് മന്ത്രിക്കുന്നത് അജ്മൽ കേട്ടു. അവന്റെ ഉള്ളിലെ സംശയത്തിന്റെ കോട്ടകൾക്ക് ആദ്യമായി ഒരു വിള്ളൽ വീഴുകയായിരുന്നു. ആശുപത്രിയുടെ അത്യാഹിത വിഭാഗത്തിന് മുന്നിലെ വരാന്തയിൽ അജ്മൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു. വസ്ത്രങ്ങളെല്ലാം വിയർപ്പ് കൊളിച്ചിരിക്കുന്നു. സഫാൻ ഉള്ളിലെ വെന്റിലേറ്ററിലാണ്. ഷാഹിനയാകട്ടെ തളർന്നുപോയ ശരീരത്തോടെ പ്രാർത്ഥനയിൽ ലയിച്ചിരിക്കുകയാണ്. തന്റെ മകൾ ഫാത്തിമ സനയുടെ കൂടെ വീട്ടിലുണ്ടെന്ന് അറിയാമെങ്കിലും അവൾക്ക് സമാധാനമില്ല. ഡോക്ടർ പുറത്തിറങ്ങി. അജ്മലും ഷാഹിനയും ഒരുപോലെ അദ്ദേഹത്തിന് നേരെ പാഞ്ഞു ചെന്നു. സഫാന്റെ അവസ്ഥ അജ്മലിന്റെ ശബ്ദമിടറി. ഡോക്ടർ ഒരു ദീർഘശ്വാസമെടുത്തു. അവസാന നിമിഷം നിങ്ങൾ അവനെ എത്തിച്ചതുകൊണ്ട് മാത്രം ഒരു വലിയ അപകടം ഒഴിവായി. ശ്വാസകോശത്തിൽ അണുബാധ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുട്ടി അപകടനില തരണം ചെയ്തു. പക്ഷേ ആ കുഞ്ഞിനെ ഇത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കാൻ കാണിച്ച ആ ജാഗ്രതയാണ് അവനെ രക്ഷിച്ചത്. ഡോക്ടർ ഷാഹിനയെ നോക്കി അല്പനേരം കൂടി തുടർന്നു. നിങ്ങൾ ആ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്നത് കണ്ടു. അവന് ശ്വാസം കിട്ടാൻ പോലും പ്രയാസമുള്ള അവസ്ഥയായിരുന്നു. സ്വന്തം ജീവനേക്കാൾ അവൾ ആ കുഞ്ഞിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് തോന്നി. ആ വാക്കുകൾ അജ്മലിന്റെ നെഞ്ചിൽ വലിയൊരു മരവിപ്പുണ്ടാക്കി. താൻ വെറുത്ത, അടിച്ച, അപമാനിച്ച ആ സ്ത്രീ തന്റെ മകന് വേണ്ടി സ്വന്തം ജീവൻ പണയം വെച്ചിരിക്കുന്നു. അജ്മൽ ഷാഹിനയുടെ നേരെ തിരിഞ്ഞു. അവൾ തളർന്ന് സീറ്റിൽ ഇരിക്കുകയായിരുന്നു. അവൻ പതിയെ അവൾക്കടുത്തേക്ക് നടന്നു. ഷാഹിന അവനെ കണ്ടതും പെട്ടെന്ന് എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിച്ചു. ഭയത്തോടെ തല താഴ്ത്തി. സർ, ഞാൻ സഫാന്റെ കാര്യത്തിൽ ശ്രദ്ധ കുറച്ചതല്ല. അജ്മൽ അവളുടെ കൈകൾ തടഞ്ഞു. അയാളുടെ ശബ്ദത്തിൽ മുമ്പെങ്ങുമില്ലാത്ത മൃദുത്വം ഉണ്ടായിരുന്നു. മതി ഷാഹിന, ഇനിയൊന്നും പറയണ്ട.
ഇന്ന് നീ കാണിച്ച കരുതലാണ് എന്റെ മകനെ എനിക്ക് തിരിച്ചു തന്നത്. ഞാൻ നിന്നോട് ചെയ്ത തെറ്റുകൾക്ക് എനിക്ക് മാപ്പ് തരാൻ കഴിയില്ലെന്നറിയാം, എങ്കിലും നന്ദി. ഷാഹിന വിസ്മയത്തോടെ അജ്മലിനെ നോക്കി. ആ കോടീശ്വരന്റെ കണ്ണുകളിൽ ആദ്യമായി കൃതജ്ഞതയുടെ നനവ് തങ്ങി നിൽക്കുന്നത് അവൾ കണ്ടു. അതേസമയം വീട്ടിൽ സനയും ആമിനയും ഉമ്മയും സഫാനു വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. അസനാജി മകനെ ഫോണിൽ വിളിച്ച് വിവരമറിഞ്ഞപ്പോൾ ഹാജിയുടെ ശബ്ദവും ഇടറി. അജ്മൽ, സ്നേഹത്തിന്റെ വില പണം കൊണ്ടല്ല അളക്കേണ്ടത് എന്ന് ഇന്നത്തെ സംഭവത്തോടെ നിനക്ക് മനസ്സിലായിട്ടുണ്ടാകുമല്ലോ. അജ്മൽ ഫോൺ വെച്ചു. അവൻ ഷാഹിനക്കടുത്തുള്ള കസേരയിലിരുന്നു. ഷാഹിന, നീ ഇന്നു മുതൽ ജോലിക്കാരിയല്ല, ഈ വീട്ടിലെ ഒരംഗമാണ്. നിന്റെ മകൾ ഫാത്തിമ എന്റെ മകൾ തന്നെയാണ്. സഫാനു വേണ്ടി നീ അനുഭവിച്ച വേദനയ്ക്ക് പകരം വെക്കാൻ ഒന്നുമില്ല. ഷാഹിന കരച്ചിലടക്കാൻ പാടുപെട്ടു. അജ്മൽ തന്റെ ഫോണെടുത്ത് റിയാസിനെ വിളിച്ചു. റിയാസ്, സഫാൻ രക്ഷപ്പെട്ടു. പക്ഷേ ഞാൻ ഇന്നൊരു വലിയ തിരിച്ചറിവിലൂടെ കടന്നുപോയി. പണം കൊണ്ട് എല്ലാം വാങ്ങാമെന്ന് വിചാരിച്ച ഞാൻ തോറ്റുപോയിരിക്കുന്നു. എല്ലാം കേട്ടുകൊണ്ട് ആശുപത്രി വരാന്തയുടെ തൂണിന് പിന്നിൽ ആമിന, ഉമ്മയും സനയും നിൽപ്പുണ്ടായിരുന്നു. അവർ അള്ളാഹുവിനോട് നന്ദി പറഞ്ഞു. റിയയുടെ വരവോടെ തകർന്നു പോയ അജ്മലിന്റെ ജീവിതത്തിൽ ഒരു പാവപ്പെട്ട വേലക്കാരിയിലൂടെ പുതിയൊരു വെളിച്ചം വീശാൻ തുടങ്ങിയിരുന്നു. എന്നാൽ ആ സന്തോഷത്തിന് അധിക നേരത്തെ ആയുസുണ്ടായിരുന്നില്ല. ആശുപത്രിയിലെ സെക്യൂരിറ്റി ഗാർഡ് ഒരു അപരിചിതനായ മനുഷ്യൻ വാർഡിൽ സഫാനെ തിരക്കി വന്നിരുന്നു എന്ന് അജ്മലിനോട് പറഞ്ഞു. ആരായിരുന്നു ആ മനുഷ്യൻ? ആശുപത്രിയിലെ സെക്യൂരിറ്റി ഗാർഡ് പറഞ്ഞ വാക്കുകൾ അജ്മലിനെ വല്ലാതെ അസ്വസ്ഥനാക്കി. ഒരു അപരിചിതൻ സഫാനെ അന്വേഷിച്ച് വന്നിരിക്കുന്നു. അജ്മൽ വേഗത്തിൽ വാർഡിന്റെ പുറത്തേക്ക് ഓടി. CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാൻ അവൻ സെക്യൂരിറ്റി റൂമിലേക്ക് പാഞ്ഞു. ദൃശ്യങ്ങളിൽ കണ്ട ആ രൂപം അജ്മലിനെ ഞെട്ടിച്ചു കളഞ്ഞു. അത് മറ്റാരുമായിരുന്നില്ല, റിയയുടെ കൂടെ ഒളിച്ചോടിയ കാമുകൻ വിക്രമായിരുന്നു. അജ്മലിന്റെ കൈകൾ ദേഷ്യം കൊണ്ട് വിറച്ചു. എന്തുകൊണ്ട് അവൻ ഇവിടെ വന്നു? മകനെ ഉപദ്രവിക്കാനാണോ അതോ പഴയ കണക്കുകൾ തീർക്കാനോ? അജ്മൽ വേഗത്തിൽ റിയാസിനെ വിളിച്ച് കാര്യം പറഞ്ഞു. റിയാസ്, വിക്രം എവിടെയുണ്ട്? സഫാൻ എന്തെങ്കിലും അപകടം സംഭവിക്കുമോ എന്നെനിക്ക് പേടിയാകുന്നു. അതേസമയം വാർഡിനുള്ളിൽ സഫാന്റെ അരികിൽ ഇരിക്കുകയായിരുന്ന ഷാഹിന പുറത്തെന്തോ അസ്വാഭാവികമായ ശബ്ദം കേട്ടു. വാതിലിന്റെ വിടവിലൂടെ പുറത്തേക്ക് നോക്കി അവൾ കറുത്ത വസ്ത്രം ധരിച്ച ഒരാൾ വരാന്തയിലൂടെ നടന്നു പോകുന്നത് കണ്ടു. അവൾക്ക് വല്ലാത്തൊരു ഭയം തോന്നി. അവൾ ഉടനെ തന്നെ സഫാനെ വല്ലാതെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അജ്മൽ തിരികെ വാർഡിലെത്തി ഷാഹിനയെ കണ്ടപ്പോൾ അവൾ വിയർത്ത് വിറക്കുന്നത് ശ്രദ്ധിച്ചു. എന്താ ഷാഹിന, എന്തു പറ്റി? സർ, ആരോ ഒരാൾ വാതിലിന് പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ആളെ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു പേടി തോന്നി, ഷാഹിന വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. അജ്മല് ദേഷ്യത്തോടെ പുറത്തേക്ക് നോക്കിയെങ്കിലും ആരെയും കാണാനില്ലായിരുന്നു. അവൻ ഷാഹിനയുടെ അരികിലിരുന്നു. പേടിക്കേണ്ട, ഞാൻ ഇവിടെ തന്നെയുണ്ട്. ആർക്കും നിങ്ങളെയും സഫാനെയും തൊടാൻ കഴിയില്ല. അന്ന് രാത്രി അജ്മലിന്റെ സഹോദരൻ അഫ്സൽ ആശുപത്രിയിലേക്ക് ഭക്ഷണവുമായി എത്തി. അവൻ ഷാഹിനയോട് സംസാരിക്കുന്നതിനിടയിൽ വിക്രമിനെ കുറിച്ചുള്ള കാര്യം അജ്മൽ അവനോട് പങ്കുവെച്ചു. അഫ്സലിനത് കേട്ടപ്പോൾ വലിയ ഞെട്ടലുണ്ടായി. അജ്മലിക്ക, റിയ ഈ നാട്ടിൽ തിരിച്ചു വന്നിട്ടുണ്ടാകുമോ? അവൾക്ക് സഫാനെ തിരികെ വേണമെന്ന് തോന്നിയിട്ടുണ്ടാകുമോ? അഫ്സലിന്റെ ചോദ്യം അജ്മലിനെ വല്ലാതെ ചിന്തിപ്പിച്ചു. അടുത്ത ദിവസം രാവിലെ അജ്മലിന്റെ വീട്ടിൽ ഒരു കത്ത് വന്നു. അത് തുറന്ന ആമിന ഉമ്മ തകർന്നു പോയി. കത്തിൽ എഴുതിയിരുന്നു, സഫാൻ അജ്മലിന്റെ മകൻ മാത്രമല്ല, അവൻ എന്റെ അവകാശമാണ്. ഞാൻ ഉടനെ തിരികെ വരും. ഇത് റിയയുടെ കൈപ്പടയായിരുന്നു. വീട്ടിലെ എല്ലാവരും ആകെ പരിഭ്രാന്തരായി. ഹസനാജി അജ്മലിനെ വിളിച്ചു ചോദിച്ചു, ഇനി നമ്മൾ എന്തു ചെയ്യും? റിയയുടെ ഭീഷണി വെറും വാക്കല്ലെന്ന് തോന്നുന്നു. അജ്മൽ ദൃഢനിശ്ചയത്തോടെ പറഞ്ഞു, എന്റെ മകനെ അവർക്ക് വിട്ടു നൽകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഷാഹിനയും സഫാനും എന്റെ സംരക്ഷണയിൽ സുരക്ഷിതരായിരിക്കും. അന്ന് ആശുപത്രിയിൽ നിന്ന് സഫാനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നു. എന്നാൽ അജ്മലിന്റെ വീട്ടിലേക്ക് കയറുന്നതിനു മുമ്പ് കാറിന് മുന്നിൽ തടഞ്ഞു നിർത്തി ഒരു വാഹനം വന്നു നിന്നു. കാറിൽ നിന്ന് ഇറങ്ങി വന്നത് മറ്റാരുമല്ല, റിയയായിരുന്നു. അവൾ അജ്മലിനെ നോക്കി പരിഹാസത്തോടെ ചിരിച്ചു. ഷാഹിന സഫാനെയും കൊണ്ട് കാറിനുള്ളിൽ തന്നെ ഒളിച്ചിരുന്നു. അജ്മൽ കാറിൽ നിന്ന് പുറത്തിറങ്ങി. റിയയുടെ കണ്ണുകളിൽ വെറുപ്പും അത്യാഗ്രഹവും നിറഞ്ഞു നിന്നിരുന്നു. അജ്മൽ, ഞാൻ വന്നിരിക്കുന്നു. എന്റെ മകനെ എനിക്ക് തിരികെ വേണം, റിയ അലറി. അജ്മൽ ശാന്തമായി മറുപടി പറഞ്ഞു, നിനക്ക് അവകാശമില്ലാത്ത ഒന്നിനെയും ഈ വീട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ നിനക്ക് കഴിയില്ല റിയ. അജ്മലിന്റെ തറവാട് വീടിന്റെ മുറ്റത്ത് വെച്ച് റിയയുടെയും അജ്മലിന്റെയും മുഖാമുഖം കടുക്കുകയായിരുന്നു. റിയയുടെ കൂടെ വിക്രമും ഉണ്ടായിരുന്നു. ആൾക്കൂട്ടം നോക്കി നിൽക്കെ റിയ അഹങ്കാരത്തോടെ പറഞ്ഞു, അജ്മൽ, കോടതിയിൽ പോയാൽ പോലും സഫാന്റെ അമ്മ എന്ന നിലയിൽ എനിക്ക് അവനെ കൊണ്ടുപോകാൻ അവകാശമുണ്ട്. നീ എന്നെ ചതിച്ചെന്ന് പറഞ്ഞ് നടക്കുന്നതല്ലോ. ഞാൻ നിന്നെ ചതിച്ചെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ. വാ, നമുക്ക് നിയമപരമായി തന്നെ കാണാം. അജ്മൽ ചിരിച്ചു, ഒരുതരം അവജ്ഞയോടെ. നിനക്ക് നിയമത്തെക്കുറിച്ച് നല്ല അറിവുണ്ട് റിയ. പക്ഷെ നീ ചെയ്ത വഞ്ചനയും ഈ കുട്ടിയെ ഉപേക്ഷിച്ച് പോയതിന്റെ തെളിവുകളും എന്റെ കയ്യിലുണ്ട്. പിന്നെ ഈ വീട്ടിൽ ഇപ്പോൾ സഫാൻ സ്നേഹിക്കാൻ ഒരു ഉമ്മയുണ്ട്. അത് നീയാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട. അജ്മൽ കാറിന്റെ ഡോർ തുറന്നു.
ഷാഹിന സഫാനെയും ചേർത്ത് പിടിച്ച് പുറത്തിറങ്ങി. അവളെ കണ്ടതും റിയയുടെ കണ്ണുകളിൽ പുച്ഛം നിറഞ്ഞു. ഇവളാണോ, ഈ വേലക്കാരിയാണോ എന്റെ മകനെ വളർത്തുന്നത്? അജ്മൽ, നിന്റെ തരം താഴ്ന്ന നിലവാരം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഷാഹിന മറുപടി പറഞ്ഞില്ല. പക്ഷെ അവൾ സഫാനെ തന്നോട് ചേർത്ത് പിടിച്ചു. കുഞ്ഞു റിയയെ കണ്ടതും അജ്മലിന്റെ പിറകിലേക്ക് ഒളിക്കാൻ ശ്രമിച്ചു. അത് കണ്ടപ്പോൾ റിയക്ക് പകയായി. അവൾ ഷാഹിനയുടെ നേരെ അടുത്തു. ജഡി, നീ തറവാട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ നോക്ക്. പണത്തിന് വേണ്ടി നീ എന്ത് വേണമെങ്കിലും ചെയ്യും അല്ലെ? റിയ അലറി. അപ്പോഴാണ് ആമിന ഉമ്മയും ഹസനാജിയും പുറത്തേക്ക് വന്നത്. ഹസനാജി ഗൗരവത്തിൽ പറഞ്ഞു, റിയ, നീ പോയപ്പോൾ ഈ കുഞ്ഞു മരണത്തിന്റെ വക്കിലായിരുന്നു. അന്ന് നിന്റെ സ്നേഹം എവിടെയായിരുന്നു? ഇന്ന് പണം കണ്ടപ്പോൾ തിരിച്ചു വന്നതാണോ ഈ വീട്ടിലേക്ക്? ഈ വീട്ടിലേക്ക് നിനക്കിനി പ്രവേശനമില്ല. വിക്രം മുന്നോട്ട് വന്നെന്തോ പറയാൻ തുടങ്ങിയപ്പോൾ റിയാസും അഫ്സലും അജ്മലിന്റെ കൂടെ നിന്നു. സ്ഥിതി വഷളാകുമെന്ന് കണ്ടപ്പോൾ റിയ പിന്മാറി. പക്ഷെ അവളുടെ കണ്ണുകളിൽ പ്രതികാരത്തിന്റെ തീയുണ്ടായിരുന്നു. അജ്മൽ, ഇത് അവസാനമല്ല. സഫാൻ എന്റെ മകനാണ്. അവനെ ഞാൻ തിരിച്ചെടുക്കുക തന്നെ ചെയ്യും. അവർ പോയതിനു ശേഷം ഷാഹിന വാവിട്ട് കരഞ്ഞു. സർ, എന്നെ കൊണ്ട് ഇവർക്ക് ദോഷം വരാൻ പാടില്ല. ഞാൻ ഇവിടുന്ന് പൊയ്ക്കോളാം. അജ്മൽ അവൾക്ക് മുന്നിൽ കൈ ഉയർത്തി തടഞ്ഞു. ഷാഹിന, നീ എവിടേക്കും പോകുന്നില്ല. റിയയെ പോലെ ഒരാൾക്ക് ഈ കുഞ്ഞിനെ വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല. നിന്റെയും ഫാത്തിമയുടെയും സുരക്ഷ എന്റെ ഉത്തരവാദിത്തമാണ്. അന്ന് രാത്രി അജ്മൽ റിയാസുമായി സംസാരിച്ചു. റിയാസ്, ഇവൾ എന്തിനാണ് പെട്ടെന്ന് സഫാനെ തിരികെ വേണമെന്ന് പറയുന്നത്? പണം തീർന്നു പോയോ അതോ മറ്റെന്തെങ്കിലും രഹസ്യമുണ്ടോ? റിയാസ് ഗൗരവത്തിൽ പറഞ്ഞു. അജ്മൽ, വിക്രം സാമ്പത്തികമായി വലിയ തകർച്ചയിലാണ്. അവർക്ക് നിന്റെ സ്വത്തുക്കളിൽ കണ്ണുണ്ട്. അതുകൊണ്ടാണ് അവർ സഫാനെ ഒരു കരുവാക്കി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത്. ഷാഹിന ഇത് കേട്ട് വാതിലിന് പുറത്ത് തറഞ്ഞു നിന്നു. സഫാൻ വെറുമൊരു കുഞ്ഞല്ല, റിയയുടെ അത്യാഗ്രഹത്തിനുള്ള ഒരു ഉപകരണം മാത്രമാണെന്ന് അവൾക്കപ്പോൾ ബോധ്യമായി. ആ കുഞ്ഞിനെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കണമെന്ന് അവൾ ഉള്ളിൽ ഉറപ്പിച്ചു. അടുത്ത ഏതാനും ദിവസങ്ങൾ അൽനൂർ ബംഗ്ലാവിൽ വലിയൊരു നിശബ്ദത പുലർത്തി. റിയ തിരിച്ചു പോയെങ്കിലും അവളുടെ ഭീഷണി അജ്മലിന്റെ കുടുംബത്തെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരുന്നു. ഷാഹിന സഫാനെ ഒരു നിമിഷം പോലും തനിച്ചാക്കിയില്ല. സഫാന്റെ ഭക്ഷണത്തിലും ഉറക്കത്തിലും അവൾ അതീവ ശ്രദ്ധ പുലർത്തി. അജ്മൽ തന്റെ ബിസിനസ് കാര്യങ്ങളിൽ ചില സുരക്ഷാ മുൻകരുതലുകൾ എടുത്തു. വീടിന് ചുറ്റും പുതിയ സെക്യൂരിറ്റി ക്യാമറകളും സെക്യൂരിറ്റി ഗാർഡുകളെയും ഏർപ്പെടുത്തി. എന്നാൽ റിയ അത്ര പെട്ടെന്ന് പിന്മാറാൻ ഉദ്ദേശിച്ചിരുന്നില്ല. അവൾ അജ്മലിന്റെ ബിസിനസ് പാർട്ട്ണർമാരിൽ ചിലരെ സ്വാധീനിച്ച് അജ്മലിനെ സാമ്പത്തികമായി തകർക്കാൻ പദ്ധതിയിട്ടു. ഒരു ദിവസം അജ്മലിന്റെ ഓഫീസിൽ ഒരു വലിയ ഓഡിറ്റിംഗ് നടന്നു. അജ്മലിന്റെ അക്കൗണ്ടുകളിൽ വലിയൊരു തുക വകമാറ്റിയതായി വ്യാജരേഖകൾ ചമച്ച് റിയാദ് പുറത്തുവിട്ടു. അത് അജ്മലിന്റെ ബിസിനസ് ഇമേജിനെ തകർത്തു. നിക്ഷേപകർ പിന്മാറാൻ തുടങ്ങി. അജ്മൽ ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ വലിയൊരു സമ്മർദ്ദത്തിലായിരുന്നു. അതേസമയം വീട്ടിൽ ഷാഹിനയ്ക്ക് ഒരു ഫോൺ കോൾ വന്നു. അത് റിയയുടെ ശബ്ദമായിരുന്നു. ഷാഹിന, നീ അജ്മലിന്റെ കൂടെ കൂടി സുഖമായി കഴിയാമെന്ന് വിചാരിക്കണ്ട. നിന്റെ മകൾ ഫാത്തിമയുടെ കാര്യം ഓർമ്മയുണ്ടല്ലോ. സഫാൻ എനിക്ക് വിട്ടു തന്നാൽ നിനക്ക് പണവും സുരക്ഷിതത്വവും നൽകാം. അല്ലെങ്കിൽ നിന്റെ മകൾക്ക് എന്തെങ്കിലും സംഭവിക്കും. ഷാഹിന ഞെട്ടിപ്പോയി. അവൾ ഭയന്ന് വിറച്ച് സഫാനെ നോക്കുമ്പോൾ അവൾക്ക് റിയയുടെ ക്രൂരത ഓർമ്മ വന്നു. അവൾക്ക് തന്റെ മകളെയും സഫാനെയും ഒരുപോലെ സ്നേഹമായിരുന്നു. അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്നു. അന്ന് വൈകിട്ട് അജ്മൽ തളർന്ന് വീട്ടിലെത്തി. ഷാഹിന അവന് ചായ കൊടുത്തു. അവളിലെ അസ്വസ്ഥത അജ്മൽ ശ്രദ്ധിച്ചു. എന്താ ഷാഹിന? മുഖത്തൊരു വല്ലാത്ത ഭയം. റിയ വല്ലതും വിളിച്ചു പറഞ്ഞു. ഷാഹിന സത്യം പറയാൻ മടിച്ചു. പക്ഷെ അജ്മലിന്റെ സ്നേഹപൂർണമായ പെരുമാറ്റം അവളെ കൊണ്ടത് പറയിപ്പിച്ചു. അവൾ റിയയുടെ ഭീഷണി അജ്മലിനോട് പറഞ്ഞു. അജ്മൽ ദേഷ്യത്തോടെ മേശയിൽ ആഞ്ഞു തല്ലി. ഇത്രയും തരം താഴ്ന്നു അവൾ. സ്വന്തം മകനെ ഭീഷണിപ്പെടുത്താൻ ഉപയോഗിക്കുന്നു. അജ്മൽ ഉടൻ തന്നെ റിയാസിനെ വിളിച്ചു. റിയാസ്, ഇനിയൊരു കളിക്ക് ഞാൻ നിൽക്കുന്നില്ല. റിയയുടെ എല്ലാ കള്ളക്കളികളും ഞാൻ പുറത്തു കൊണ്ടുവരും. അവൾക്കെതിരെ ഞാൻ പോലീസിൽ പരാതി നൽകാൻ പോകുന്നു. എന്നാൽ അപ്പോഴേക്കും റിയ മറ്റൊരു തന്ത്രം മെനഞ്ഞിരുന്നു. സഫാനെയും ഫാത്തിമയെയും തട്ടിക്കൊണ്ടുപോകാൻ അവൾ ഒരു കൊട്ടേഷൻ സംഘത്തെ ഏൽപ്പിച്ചു. ആ ദിവസം വളരെ ആകസ്മികമായി വീട്ടിലെ ഗാർഡുകളെ മയക്കുഗുളിക നൽകി തളർത്തി ആ സംഘം ബംഗ്ലാവിനുള്ളിലേക്ക് നുഴഞ്ഞു കയറി. അന്ന് രാത്രി ഷാഹിന മക്കളെ ഉറക്കി കിടത്തി പ്രാർത്ഥനയിലായിരുന്നു. പെട്ടെന്ന് വാതിലിൽ ആരോ മുട്ടുന്ന ശബ്ദം കേട്ട് അവൾ വാതിൽ തുറന്നപ്പോൾ കണ്ടത് മുഖംമൂടി ധരിച്ച 3 പേരായിരുന്നു. ആ 3 മുഖമുടിധാരികളെ കണ്ടതും ഷാഹിനയുടെ ഉള്ളിൽ ഭയത്തിന് പകരം തന്റെ മക്കളുടെ ജീവൻ രക്ഷിക്കാനുള്ള ഒരു സിംഹത്തിന്റെ വീര്യമുണർന്നു. അവൾ വാതിലിലേക്ക് ചാരി നിന്ന് തടഞ്ഞു. നിങ്ങൾ ആരാണ്? എന്താണിവിടെ? നിങ്ങൾ ആരാണ്? എന്തിനാണിവിടെ വന്നത്? ഷാഹിന അലറി. അവരിൽ ഒരാൾ അവളെ തള്ളി മാറ്റാൻ മുണ്ടല്ല രാതുടിച്ചത്.
എടുത്തിട്ട് പോ. സൗണ്ട് ആക്കല്ല. ഏതെങ്കിലും ഒരു കുപ്പ എടുത്തിട്ട് പോന്ന്. എന്റെ വീട് ഇങ്ങനെ പായുന്നുണ്ട്. നിങ്ങളോട് വിഷയം പറഞ്ഞാൽ കഴിയില്ല. സ്രാൻ തുറച്ചത് ഇതായി കറുത്തേട്ടോ. കുപ്പായം കീച്ചിട്ടാണ് നേരെ വെക്ക്. തയ്യെല്ലാം കീച്ച് നേരെ വെക്ക്. നിങ്ങൾ ആരാണ്? എന്തിനാണ് ഇവിടെ വന്നത്? ഷാഹിന അലറി. അവരിലൊരാൾ അവളെ തള്ളി മാറ്റാൻ ശ്രമിച്ചപ്പോൾ നിങ്ങൾ ആരാണ്? എന്തിനാണ് ഇവിടെ വന്നത്? ഷാഹിന അലറി. അവരിലൊരാൾ അവളെ തള്ളി മാറ്റാൻ ശ്രമിച്ചപ്പോൾ അവൾ ഒരു വടിയെടുത്ത് അവരുടെ നേരെ വീശി. ഇതിനിടയിൽ കിടന്നുറങ്ങുകയായിരുന്ന ഫാത്തിമയും സഫാനും ഉണർന്ന് പേടിച്ച് കരയാൻ തുടങ്ങി. സഫാന്റെ കരച്ചിൽ കേട്ട് ഷാഹിനയ്ക്ക് കൂടുതൽ ശക്തി ലഭിച്ചു. അവർ മക്കളെ റൂമിലെ കട്ടിലിനടിയിലെ രഹസ്യ അറയിലേക്ക് മാറ്റി. അവൾ മക്കളെ റൂമിലെ കട്ടിലിനടിയിലെ രഹസ്യ അറയിലേക്ക് തള്ളി മാറ്റി വാതിലടച്ചു. മക്കളെ തൊടാൻ നോക്കരുത്, അവൾ ഉച്ചത്തിൽ അലറി. അതിലൊരുത്തൻ അവളെ പിടിച്ചു തള്ളിയപ്പോൾ ഷാഹിനയുടെ തല ഭിത്തിയിലിടിച്ചു. എങ്കിലും അവൾ തളർന്നില്ല. അവൾ അടുത്തുണ്ടായിരുന്ന ലാൻഡ് ഫോൺ എടുത്ത് അജ്മലിനെ വിളിക്കാൻ ശ്രമിച്ചു. അജ്മൽ അപ്പോൾ റിയാസിനൊപ്പം പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയായിരുന്നു. ഫോൺ എടുത്തതും ഷാഹിനയുടെ അലർച്ചയും ബഹളവും കേട്ട് അജ്മൽ ഞെട്ടി. ഷാഹിന, എന്തുപറ്റി? എനിക്ക് വരാൻ പറ്റുന്നില്ല, ഞാൻ റിയാസിനെ വിളിക്കാം, അജ്മൽ അലറി. അതിനിടയിൽ ആ ഗുണ്ടകൾ ഷാഹിനയെ കീഴ്പ്പെടുത്തി റൂമിനുള്ളിൽ തിരച്ചിൽ തുടങ്ങി. കട്ടിലിനടിയിലെ ഒളിത്താവളം അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഷാഹിന ചോര വാർന്നൊഴുകുന്ന അവസ്ഥയിലും അവരെ തടയാൻ ശ്രമിച്ചു. അതേസമയം റിയ പുറത്ത് കാറിലിരുന്ന് എല്ലാം നിരീക്ഷിക്കുകയായിരുന്നു. സഫാനെയും ഫാത്തിമയെയും തട്ടിക്കൊണ്ടുപോയാൽ അജ്മലിനെ ബ്ലാക്ക്മെയിൽ ചെയ്ത് സകല സ്വത്തും കൈക്കലാക്കാം എന്നായിരുന്നു അവളുടെ കണക്കുകൂട്ടൽ. പെട്ടെന്ന് പോലീസ് ജീപ്പുകളുടെ സൈറൻ കേട്ടു. റിയാസ് വിവരം അറിയിച്ചതനുസരിച്ച് പോലീസ് നേരത്തെ തന്നെ ആ ഭാഗത്തേക്ക് വരുന്നുണ്ടായിരുന്നു. ഗുണ്ടകൾ ഭയന്നോടാൻ തുടങ്ങിയപ്പോൾ അതിലൊരുത്തൻ ഷാഹിനയെ പിടിച്ചു വലിക്കാൻ ശ്രമിച്ചു. ഷാഹിന അവനെ വെറുതെ വിട്ടില്ല. അവൾ അവന്റെ മുഖംമുടി വലിച്ചൂരി. അതോടെ അവരെ തിരിച്ചറിയാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കിയ ഗുണ്ടാ സംഘം രക്ഷപ്പെടാൻ ഓടി. വീടിനു മുന്നിൽ അജ്മലിന്റെ കാർ വന്ന് നിന്നതും അവൻ ഓടി അകത്തേക്ക് കയറിയതും ഒന്നിച്ചായിരുന്നു. അവൻ കണ്ടത് ചോരയിൽ കുളിച്ചു കിടക്കുന്ന ഷാഹിനയാണ്. അവൾ ബോധം മറിഞ്ഞിരുന്നു. എങ്കിലും അവളുടെ കൈകൾ കട്ടിലിന്റെ അടിയിലേക്ക് ചൂണ്ടുന്നുണ്ടായിരുന്നു. അജ്മൽ വേഗത്തിൽ കട്ടിലിനടിയിലെ അറ തുറന്ന് ഫാത്തിമയും സഫാനും പേടിച്ചു വിറച്ച് അതിനുള്ളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അജ്മൽ അവരെ വാരിയെടുത്തു. താൻ ജീവനേക്കാൾ സ്നേഹിച്ച സഫാനേക്കാൾ ഉപരിയായി ഷാഹിന തന്റെ മക്കളെ രക്ഷിക്കാൻ കാണിച്ച ആ ധൈര്യം അജ്മലിന്റെ കണ്ണ് നനയിച്ചു. പോലീസ് സ്ഥലത്തെത്തി കാര്യങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങി. റിയയുടെ പങ്ക് അജ്മൽ പോലീസിനോട് വെളിപ്പെടുത്തി. പോലീസ് സംഘം റിയയെ പിടികൂടാൻ പുറപ്പെട്ടു. ഷാഹിനെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിന് മുന്നിൽ അജ്മലും കുടുംബവും പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയായിരുന്നു. ഷാഹിനയുടെ തലക്കേറ്റ മുറിവ് ഗുരുതരമായിരുന്നു. അജ്മൽ തന്റെ മകൻ സഫാനെയും ഫാത്തിമയെയും ചേർത്ത് പിടിച്ച് വരാന്തയിൽ തളർന്നിരുന്നു. ഷാഹിനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത നിമിഷങ്ങളില്ലായിരുന്നു അജ്മലിന്റെ മനസ്സിൽ. അതേസമയം പോലീസിന്റെ പിടിയിലായ റിയയും വിക്രമും സ്റ്റേഷനിൽ വെച്ച് ചോദ്യം ചെയ്യലിലായിരുന്നു. റിയ ഒരു വിധത്തിലും കുറ്റം സമ്മതിക്കാൻ തയ്യാറായിരുന്നില്ല. എന്നാൽ ഷാഹിന മുഖമുടി വലിച്ചൂരി തിരിച്ചറിഞ്ഞ ഗുണ്ടയെ പോലീസ് പിടികൂടിയിരുന്നു. ആ ഗുണ്ടയെല്ലാം തുറന്നു പറഞ്ഞു. റിയയുടെ ആസൂത്രണവും ഭീഷണിയും തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതും റിയയുടെ കാമുകൻ വിക്രം രക്ഷപ്പെടാൻ റിയയെ കുറ്റപ്പെടുത്തി സംസാരിച്ചു. തെളിവുകൾ ഒന്നൊന്നായി പുറത്തു വന്നതോടെ റിയയ്ക്ക് രക്ഷപ്പെടാൻ വഴികളില്ലാതായി. ആശുപത്രിയിൽ ഡോക്ടർ പുറത്തിറങ്ങി. അജ്മൽ വേഗം എഴുന്നേറ്റു. ഡോക്ടർ, ഷാഹിന. ഡോക്ടർ ഒരു മന്ദഹാസത്തോടെ പറഞ്ഞു. അവൾ അപകടനില തരണം ചെയ്തു. നല്ലൊരു മനക്കരുത്തുള്ള പെൺകുട്ടിയാണ്. അവളുടെ പ്രാർത്ഥനയും മക്കൾക്ക് വേണ്ടിയുള്ള കരുതലും തന്നെയാണ് അവളെ തിരിച്ചു കൊണ്ടുവന്നത്. അജ്മലിന്റെ കണ്ണുകളിൽ ആനന്ദാശ്രുക്കൾ നിറഞ്ഞു. അയാൾ ഉടൻ തന്നെ വാർഡിലേക്കോടി. അവിടെ കിടക്കുന്ന ഷാഹിനയുടെ അരികിൽ ഫാത്തിമയും സഫാനും ഇരിക്കുന്നുണ്ടായിരുന്നു. അവൾ സാവധാനം കണ്ണു തുറന്നു. തന്റെ മക്കളെ കണ്ടതും അവളുടെ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. അജ്മൽ അവളുടെ അരികിൽ ചെന്നിരുന്നു. അവളുടെ കൈകൾ ചേർത്ത് പിടിച്ചു. ഷാഹിന, നീ എനിക്ക് നൽകിയ ഈ ജീവിതം, എന്റെ മകനെ നീ കാത്ത രീതി, ഇതിനൊക്കെ പകരമായി എന്തു നൽകിയാലും മതിയാകില്ല. നീ എന്റെ മക്കളുടെ ജീവൻ രക്ഷിച്ചവളാണ്. ഈ കുടുംബത്തിന്റെ ഭാഗമായി, എന്റെ പാതിയായി നീ ഇനി ഇവിടെയുണ്ടാകും. അജ്മലിന്റെ വീട്ടിൽ എല്ലാവരും ആ വാർത്തയറിഞ്ഞ് സന്തോഷത്തിലായി. ഹസനാജിയും ആമിനുമ്മയും ഷാഹിനയുടെ ധൈര്യത്തെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നു. റിയയ്ക്കുള്ള ശിക്ഷ നിയമപരമായി തന്നെ ലഭിക്കുമെന്ന് ഉറപ്പായി. റിയയുടെ കുറ്റസമ്മതത്തോടെ അവളുടെയും വിക്രമിന്റെയും ചതിയുടെ അധ്യായം എന്നേക്കുമായി അവസാനിച്ചു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഷാഹിന സുഖം പ്രാപിച്ചു തിരികെ അൽനൂർ ബംഗ്ലാവിലേക്ക് മടങ്ങിയെത്തി.
അന്ന് അജ്മൽ എല്ലാവരെയും വിളിച്ചുകൂട്ടി ഒരു പ്രഖ്യാപനം നടത്തി. ഷാഹിന ഇന്നു മുതൽ ഈ വീട്ടിലെ വെറുമൊരു ജോലിക്കാരിയല്ല, എന്റെ മക്കളുടെ ഉമ്മയും എന്റെ ജീവിത സഖിയുമാണ്. അതിനൊപ്പം സഫാനും ഫാത്തിമയും കൈകോർത്ത് പിടിച്ച് ഓടിക്കളിക്കുന്നത് കണ്ടപ്പോൾ അജ്മലിനും ഷാഹിനയ്ക്കും തോന്നി, ഇതാണ് ജീവിതത്തിന്റെ യഥാർത്ഥ സന്തോഷമെന്ന്. ആ വലിയ കോടീശ്വരന്റെ വീട്ടിൽ സ്നേഹത്തിന്റെ വിളക്കുകൾ വീണ്ടും തെളിഞ്ഞു. ഏതാനും മാസങ്ങൾ കടന്നുപോയി. അൽനൂർ ബംഗ്ലാവിലെ അന്തരീക്ഷം തന്നെ ആകെ മാറിയിരുന്നു. ദേഷ്യത്തിന്റെയും കയ്പിന്റെയും സ്ഥാനത്തിപ്പോൾ സ്നേഹവും ചിരിയും നിറഞ്ഞു നിന്നു. ഷാഹിനയുടെ സാന്നിധ്യം ആ വലിയ വീട്ടിൽ ഒരു പുതിയ ഊർജമാണ് പകർന്നു നൽകിയത്. ഷാഹിനയും അജ്മലും ഔദ്യോഗികമായി വിവാഹിതരായി. വളരെ ലളിതമായ ചടങ്ങായിരുന്നുവെങ്കിലും അത് ആ കുടുംബത്തിലെ എല്ലാവർക്കും വലിയൊരു ആഘോഷമായിരുന്നു. ഫാത്തിമ ഇപ്പോൾ സഫാന്റെ കൂടെ കളിച്ചു വളരുന്ന അജ്മലിന്റെ സ്വന്തം മകളാണ്. അജ്മലിന്റെ സ്നേഹവും കരുതലും ഫാത്തിമയ്ക്ക് സ്വന്തം ഉപ്പയുടെ കുറവ് തോന്നിപ്പിക്കാത്ത വിധം അത്രയധികം വലുതായിരുന്നു. റിയ ജയിലിൽ തന്റെ തെറ്റുകൾക്ക് പ്രായശ്ചിത്തം ചെയ്യുന്നതിനിടയിൽ അജ്മൽ തന്റെ ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഒരു വലിയ ഭാഗം സാമൂഹിക സേവനത്തിനായി മാറ്റിവെച്ചു. ഷാഹിനയുടെ ആഗ്രഹപ്രകാരം അനാഥരായ കുട്ടികൾക്കും തങ്ങളെപ്പോലെ ബുദ്ധിമുട്ടുന്ന അമ്മമാർക്കും വേണ്ടി ഒരു ട്രസ്റ്റ് അവർ ആരംഭിച്ചു. ഒരു വെള്ളിയാഴ്ച വൈകുന്നേരം അജ്മലിന്റെ കുടുംബം ഒന്നടങ്കം തറവാട്ടിലെ മുറ്റത്തൊത്തുകൂടിയിരുന്നു. ഹസനാജിയും ആമിനവുമ്മയും സന്തോഷത്തോടെ പേരക്കുട്ടികളെ നോക്കിയിരുന്നു. അഫ്സലും സനയും റിയാസും അജ്മലിന്റെ ഈ മാറ്റത്തിൽ വലിയ അഭിമാനം കൊണ്ടു. ഷാഹിന മുറ്റത്തെ ചെടികൾക്ക് വെള്ളമൊഴിക്കുകയായിരുന്നു. സഫാനും ഫാത്തിമയും അവൾക്ക് ചുറ്റും ഓടി നടക്കുന്നുണ്ടായിരുന്നു. അജ്മൽ പതിയെ അവളുടെ അരികിലെത്തി അവളുടെ തോളിൽ കൈവച്ചു. എന്താ ഷാഹിന ആലോചിക്കുന്നത്? അജ്മൽ ചോദിച്ചു. ഷാഹിന പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ ജീവിതത്തിലെ ആ വലിയ പ്രതിസന്ധി ഘട്ടങ്ങളെ ഓർക്കുകയായിരുന്നു സർ. അന്ന് ആ അടിയും ആ ദേഷ്യവും ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞാനിവിടെ എത്തിച്ചേരുമായിരുന്നില്ല. അജ്മൽ അവളുടെ കവിളിൽ തലോടി. അത് വിധിയായിരുന്നു ഷാഹിന. വേദനയുടെയും കണ്ണുനീരിന്റെയും മുള്ളുകൾ നിറഞ്ഞ വഴികളിലൂടെ സഞ്ചരിച്ചപ്പോഴാണ് നന്മയുടെ പൂക്കൾ വിരിയുന്ന ഈ സ്നേഹലോകത്തേക്ക് നമ്മൾ എത്തിച്ചേർന്നത്. അകലെ നിന്ന് പള്ളികളിലെ ബാങ്ക് വിളി കേൾക്കാം. ആ ശബ്ദം ആ ബംഗ്ലാവിനെ കൂടുതൽ ശാന്തവും പവിത്രവുമാക്കി. സ്നേഹം കൊണ്ടും വിശ്വാസം കൊണ്ടും കെട്ടിപ്പടുത്ത ആ കുടുംബം കാലത്തിന്റെ മാറ്റങ്ങളിലും തളരാതെ സന്തോഷത്തോടെ മുന്നോട്ടു പോയി. ജീവിതത്തിൽ നാം നേരിടുന്ന പ്രതിസന്ധികൾ അവസാനമല്ല, മറിച്ച് ഒരു പുതിയ തുടക്കത്തിന്റെ തുടക്കമാണെന്ന് അജ്മലും ഷാഹിനയും തിരിച്ചറിഞ്ഞു. സ്നേഹമുണ്ടെങ്കിൽ ഏതു വലിയ കോട്ടയും ഒരു മധുരമുള്ള വീടായി മാറും എന്ന സത്യം അവർ ലോകത്തിന് കാണിച്ചു കൊടുത്തു.